ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 5 മലയാളം അടിസ്ഥാന പാഠാവലിയാണ് കേട്ടോ. അപ്പോൾ പുതിയ ബുക്കാണ്, 2024 ഇപ്പം മാറിയില്ല ബുക്ക്. ആ പുതിയ ബുക്കാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതിലെ ഫസ്റ്റ് ചാപ്റ്റർ എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് ഒന്നാമത്തെ ചാപ്റ്റർ? കളിയല്ല കളി എന്നാണ് അല്ലേ. എന്താണ് കളിയല്ല കളി? അപ്പോൾ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ഇവിടെ എന്താണ് ഫുട്ബോൾ ആണല്ലേ കളിക്കുന്ന ഇയാള്. നോക്കാം ഇയാളെന്താ തട്ടുമ്പോൾ ചെരുപ്പ് ആണ് പോകുന്നത് അല്ലേ. നോക്കാം നമുക്ക് എന്താണ്. ഒത്തിരി നാളത്തെ ആഗ്രഹമാണ് ഫുട്ബോൾ കളി. ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നത് ഫുട്ബോൾ കളി അല്ലേ. അതും ആൺകുട്ടികളെ എതിർത്ത്. ഇതുവരെ കളിക്കാത്തത് കൊണ്ട് വെറുതെ ബോൾ തട്ടിക്കളയാമെന്നൊക്കെ വിചാരിച്ച്, കളിക്കാത്തത് കൊണ്ട് എന്താ വെറുതെ ബോൾ തട്ടിക്കളയാന്നൊക്കെ വിചാരിച്ചു അല്ലേ. പക്ഷെ കളി തുടങ്ങിയതും ആൺകുട്ടികൾ കളി തുടങ്ങി അല്ലേ. കളി തുടങ്ങിയത് എന്താണ്, ആൺകുട്ടികൾ മൊത്തം നല്ല കളി അങ്ങ് തുടങ്ങി. അപ്പോൾ മനസ്സിലായി ഇതത്ര എളുപ്പമല്ലെന്ന്. ഞങ്ങളുടെ കളി കണ്ട മാഷ് ഞങ്ങളോടൊപ്പം ചേർന്നു. ഞങ്ങളുടെ കളി കണ്ട മാഷ് എന്താക്കി, ഞങ്ങളോടൊപ്പം ചേർന്ന് മാഷ് ഒരു അടി അങ്ങ് അടിച്ചു കൊടുത്തു. മാഷ് എന്താക്കി, ഒരടി അങ്ങ് അടിച്ചു കൊടുത്തു അല്ലേ. അപ്പോഴല്ലേ രസം. എന്താ, പന്തിന് പകരം മാഷിന്റെ ചെരുപ്പ് പോസ്റ്റർ അടിച്ച് ഗോളായില്ലേ. മാഷാണല്ലേ, മാഷ അടിച്ചത് എന്താണ്, പന്തിന് പകരം മാഷ ചെരുപ്പാണ് എന്താക്കിയത്, പോസ്റ്റർ അടിച്ച് ഗോളായത് അല്ലേ. ഒരു കുട്ടിയുടെ കളി അനുഭവം വായിച്ചല്ലോ, ഇതൊരു കുട്ടി എഴുതിയതാണ് അല്ലേ. നിങ്ങളും ധാരാളം കളിക്കുന്നവരാണ് അല്ലേ. നിങ്ങൾക്കും ഇങ്ങനെ എന്താണ് തമാശ രൂപത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അല്ലെ കളീന്റെ ഇടയിൽ. വീട്ടിലും സ്കൂളിലും കൂട്ടുകാരോടൊത്ത് നിങ്ങൾ കളിക്കാറുണ്ട് ഇല്ലേ. വീട്ടിൽ ഒറ്റയ്ക്കും ചില കളികൾ കളിച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ ഏതെങ്കിലും ഒരു കളി അനുഭവം പറഞ്ഞു നോക്കിയാലോ. എല്ലാവരും പറയണേ. അപ്പൊ നിങ്ങൾക്ക് ഉള്ള ഒരു അനുഭവം നിങ്ങൾ എന്താക്കുക പറഞ്ഞു നോക്കുക കേട്ടോ. ഇതുപോലെ ഈ കുട്ടി എഴുതി കണ്ടില്ലേ. അപ്പൊ ആ അനുഭവമാണ് അല്ലെ. അപ്പൊ നിങ്ങൾക്കും എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടാവും ഇല്ലേ. അപ്പൊ നിങ്ങൾ എന്താക്കുക, ആ അനുഭവം എന്താണ് പറഞ്ഞു നോക്കുക. ഓക്കെ, ഇനി നമുക്കൊരു സ്കൂൾ കായികമേള പരിചയപ്പെടാം. സ്കൂൾ കായികമേളയാണ് കേട്ടോ. എന്താണ് ചോമോയിലെ കായികമേള. മറ്റെന്തിനും എന്ന പോലെ ചോമോയിലെ കായികമേളയ്ക്കും ഉണ്ടായിരുന്ന ഒരു അപൂർവത. എന്താണ്, എല്ലാത്തിനും പോലെ തന്നെ എന്താ ചോമോയിലെ കായികമേളയ്ക്കും ഉണ്ടായിരുന്ന എന്തോ ഒരു അപൂർവത. ഇതര എലിമെന്ററി സ്കൂളിലേതിന്റെ തുല്യമായ 2 മത്സര ഇനങ്ങൾ മാത്രം. എന്താണ്, എലിമെന്ററി സ്കൂളിലേതിന് തുല്യമായ 2 മത്സര ഇനങ്ങൾ മാത്രമാണ്. എന്ത്, വടംവലിയും 3 കാലിലോട്ടവും. മറ്റുള്ളവയെല്ലാം മാസ്റ്ററുടെ കണ്ടുപിടുത്തങ്ങളാണ്. വടംവലിയും 3 കാലിലോട്ടവുമാണ് അല്ലെ. മറ്റുള്ളവയെല്ലാം മാസ്റ്ററുടെ കണ്ടുപിടുത്തങ്ങളാണ്. വിപുലവും സൂക്ഷ്മവുമായ കായിക സാമഗ്രികളൊന്നും ആവശ്യമില്ലാത്തവ, സ്കൂളിൽ നിന്ന് തന്നെ ലഭ്യമായ സാധാരണ സൗകര്യങ്ങളുടെ സഹായത്തോടെ രൂപപ്പെടുത്തിയ ഇനങ്ങളാണ് ഇതൊക്കെ. സ്കൂളിൽ നിന്ന് തന്നെ ലഭ്യമായ സാധാരണ നമുക്ക് കിട്ടുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് അതിന്റെ സഹായത്തോടു കൂടി രൂപപ്പെടുത്തിയ ഇനങ്ങളാണ്. ഉദാഹരണത്തിന് മീൻവായിലൂടെയുള്ള ഓട്ടം എടുക്കുക. മീൻവായിലൂടെയുള്ള ഒരു ഓട്ടമാണ് എടുക്കുന്നത്. കണ്ടോ, ഒരു മീൻവായിലൂടെയുള്ള മീനിനെ കണ്ടില്ലേ, അതിന്റെ വായിലൂടെയുള്ള ഓട്ടമാണ് നോക്കുക. മത്സ്യാകൃതിയിലുള്ള കുഴലിന്റെ രൂപത്തിൽ കട്ടിയേറിയ തുണി കൊണ്ട് നിർമ്മിച്ച് ചായം തേച്ച് മോടി പിടിപ്പിച്ച എടുപ്പുകൾ അക്കാലത്ത് സുലഭമാണ്. ഇവയെ സ്കൂൾ മൈതാനത്തിന്റെ മധ്യത്തിലായി സ്ഥാപിക്കുക. അന്ന് ഇഷ്ടംപോലെ ഇത് കിട്ടിയിരുന്നു, ഈ മത്സ്യാകൃതിയിലുള്ള കുഴലിന്റെ രൂപത്തിലുള്ള അല്ലെ. അപ്പൊ എന്താക്കിയ ചായം തേച്ച് മോടി പിടിപ്പിച്ച് അന്ന് കുറെ കിട്ടാനുണ്ടായിരുന്നു. ഇവയെ സ്കൂൾ മൈതാനത്തിന്റെ, സ്കൂൾ ഗ്രൗണ്ടിന്റെ മധ്യത്തിലായി സ്ഥാപിക്കുന്നു. മണിയടി കേൾക്കുന്നതും കുട്ടികൾ ഈ കരിമീൻ എടുപ്പുകളെ ലക്ഷ്യമാക്കി ഓട്ടം ആരംഭിക്കും. വായിലൂടെ ഉള്ളിൽ പ്രവേശിച്ച് വാലറ്റത്തിലൂടെ തിരിച്ചിറങ്ങണം. അങ്ങനെയാണ്, വായിലൂടെ കയറിയിട്ട് വാലിന്റെ അറ്റത്തിലൂടെ തിരിച്ചിറങ്ങണം. തിരികെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തുമ്പോൾ മീൻവായിലൂടെ ഓട്ടം അവസാനിക്കുന്നു. ഓക്കെ, തിരികെ എന്താണ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തുമ്പോൾ എന്താക്കി, ഈ മീൻവായിലൂടെ ഓട്ടം എന്താ അവസാനിക്കും. ടോമോയിൽ ആകെ 3 മത്സ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ടോമോയിൽ ആകെ 3 മത്സ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് 3 പേർക്ക് മാത്രമേ ഒരേ സമയം മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 3 പേർക്ക് മാത്രമേ എന്താകുള്ളൂ, ഒരേ സമയം മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയുമായിരുന്നുള്ളൂ. സംഗതി ലളിതമാണെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നാം, പക്ഷെ അത്ര എളുപ്പമുള്ളതല്ല. മത്സ്യത്തിന്റെ ഉദരം ദൈർഘ്യമേറിയതും ഇരുട്ട് നിറഞ്ഞതുമാണ്. ദിഗ്ഭ്രമം പിടിപ്പെടാൻ അത്ര സമയമൊന്നും വേണ്ട. ടോട്ടോ ചാൻ ഉൾപ്പെടെ പല കുട്ടികളും വഴി തെറ്റി മീനിന്റെ വായിലൂടെ തന്നെ പുറത്തിറങ്ങാൻ തുടങ്ങി. വഴി തെറ്റിയിട്ട് എന്താക്കി, പല കുട്ടികളും വഴി തെറ്റി മീനിന്റെ വായിലൂടെ തന്നെ എന്താക്കി പുറത്തിറങ്ങാൻ തുടങ്ങി. അബദ്ധം പിടഞ്ഞെന്ന് മനസ്സിലാക്കിയപ്പോൾ തിരക്കിട്ട് വീണ്ടും ഉള്ളിലേക്ക് ഓടിക്കയറി നിവർത്തിയുണ്ടായിരുന്നുള്ളൂ. അങ്ങോട്ടേക്ക് ഉള്ളത്തെ അബദ്ധം മനസ്സിലായപ്പോൾ എന്താ, വീണ്ടും മീനിന്റെ ഉള്ളിലോട്ട് അങ്ങോട്ട് ഓടിക്കയറും. കാഴ്ചക്കാർക്ക് രസം പകരുന്ന ഇനമാണ് ഈ മീൻ വായിലൂടെ ഓട്ടം.
കുട്ടികൾ മുന്നിലേക്കും പിന്നിലേക്കും പരതി നടക്കുമ്പോൾ കരിമീൻ തടിയൻ ജീവനുള്ളതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിയാടാൻ തുടങ്ങും. കുട്ടികൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് പരതി നടക്കുമ്പോൾ എന്താണ് ഈ മീൻ തടി ഇങ്ങനെ ഇളകുമല്ലോ, അപ്പൊ അതിന് ജീവനുള്ളതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിയാടാൻ തുടങ്ങും. വടംവലി മത്സരത്തിൽ വടം ആഞ്ഞു വലിച്ച് ഹേ ഹോ എന്ന ആർപ്പുവിളിയുമായി കൊബയാഷി മാസ്റ്ററും മറ്റധ്യാപകരും കുട്ടികളോടൊപ്പം കൂടും. വടംവലിയിൽ പങ്കെടുക്കാനാവാത്ത യാസോക്കി ചാനെ പോലുള്ള കുട്ടികൾ മത്സരം നിയന്ത്രിക്കുന്ന ചുമതല ഏറ്റെടുക്കും. വിജയികളെ നിർണയിക്കാനായി അവർ വടത്തിന്റെ മധ്യത്തിലുള്ള കൈലേസിൽ കണ്ണും നട്ടു അങ്ങനെ നിൽക്കൂല്ലേ. എന്താണ് യാസുക്കി ചാൻ എന്താണ് മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല അല്ലെ, കാലിന് സുഖമില്ലാത്തതുകൊണ്ട്. അപ്പൊ എന്താണ് അവര് മത്സരം നിയന്ത്രിക്കുന്ന ചുമതല അവർ ഏറ്റെടുക്കും അല്ലെ. വിജയികളെ നിർണയിക്കാനായി അവർ എന്താകും വടത്തിന്റെ മധ്യത്തിലുള്ള കൈലേസിൽ കണ്ണു നട്ട് അങ്ങനെ നിൽക്കും. സ്കൂളിലെ മുഴുവൻ പേരും പങ്കെടുക്കുന്ന റിലേ ഓട്ടവും ടോമോയിൽ വ്യത്യസ്തമാണ്. ആരും ദീർഘദൂരം ഓടേണ്ടതില്ല. അസംബ്ലി ഹാളിലേക്ക് നയിക്കുന്ന അർദ്ധവൃത്താകാരമായ കോൺക്രീറ്റ് പടവുകളിലൂടെ മുകളിലേക്കും തിരിച്ച് താഴേക്കും ഓടിയാൽ ഒരാളുടെ ഊഴം അവസാനിച്ചു. ഒറ്റ നോട്ടത്തിൽ തികച്ചും നിസ്സാരമെന്ന് തോന്നാം, പക്ഷെ പടവുകൾ അസാധാരണമാം വിധം നേർത്തതും ഇടുങ്ങിയതുമാണ്. പടവുകളൊക്കെ എന്താണ് നേർത്തവും ഇടുങ്ങിയതുമാണ്. മാത്രമല്ല ഓരോ കാൽവയ്പ്പിനും എന്താണ് ഒന്നിലേറെ പടികൾ ചാടിക്കടക്കാൻ അനുവദിക്കപ്പെട്ടിട്ടില്ല. നമ്മൾ സ്പീഡിൽ ബസ് സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ എന്താ 2-3 സ്റ്റെപ്പൊക്കെ ഇങ്ങോട്ട് ചാടി ഇറങ്ങില്ലേ, അത് പറ്റൂല. ഓരോ സ്റ്റെപ്പിന് നമ്മൾ ചവിട്ടി പോകണം. നീളക്കൂടുതലുള്ളവരോ മുറ പോലെ പരന്ന കാലുകളുള്ളവരോ ആണെങ്കിൽ വെള്ളം കുടിച്ചത് തന്നെ. വിശ്രമവേളകളിൽ കുട്ടികൾ അശ്രദ്ധരായി ചാടി മറിഞ്ഞ് നടക്കാറുള്ള സുപരിചിതമായ ആ പടവുകൾക്ക് കായികമേളയുടെ അന്നെന്താ പ്രത്യേക പ്രാധാന്യം കൈവരുന്നു. ആകെ 8 പടവുകൾ. ആവേശം നിറഞ്ഞ ആർപ്പുവിളികളോടെ അവർ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കും. അകലെ നിന്ന് നോക്കുന്ന ഒരാൾക്ക് പ്രതിരൂപങ്ങൾ കലങ്ങി മറിയുന്നൊരു കാലിഡോസ്കോപ്പിയിൽ എന്ന പോലെയാണ് ആ മനോഹര ദൃശ്യം അനുഭവപ്പെടുക. ടോട്ടോച്ചാന്റെയും 1ാം തരത്തിലെ മറ്റു കൂട്ടുകാരുടെയും പ്രഥമ കായിക മേളയായിരുന്നു അത്. മാസ്റ്റർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവർക്കത് ആസ്വാദകരമായി തീരുകയും ചെയ്തു. കായികമേളയിൽ ഏവരെയും അതിശയിപ്പിക്കുന്ന ചിലത് സംഭവിച്ചു. ഇത്തിരിയോളം പോന്ന കൈകാലുകളുടെ ഉടമയായ തകാഹാഷി എന്ന എല്ലാ ഇനത്തിലും 1ാമതെത്തി. അത് അവിശ്വസനീയമായിരുന്നു. മറ്റുള്ളവർ കരിമീൻ തടിയന്റെ വയറ്റിൽ കിടന്ന് നട്ടം തിരിയുമ്പോൾ തകാഹാഷി നൊടി നേരം കൊണ്ട് പുറത്തെത്തുകയായി. കൂടെയുള്ളവർ ഏണിപ്പലകൾക്കിടയിലൂടെ നുഴഞ്ഞു കയറ്റം ആരംഭിച്ചതേയുള്ളൂ. അവനതാ തിരിച്ചിറങ്ങുന്നു. ഏതാനും വാര പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. അസംബ്ലി മന്ദിരത്തിന്റെ പടവുകളിലെ റിലേ ഓട്ടക്കാർ ഓരോ ചുവടിൽ ഓരോ പടി എന്ന നിയമം പാലിക്കാൻ പാടുപെടുകയായിരുന്നു. തന്റെ കുരുടിച്ച കാലുകൾ ഒരു കുതിരയെ പോലെ മുന്നോട്ട് ചലിപ്പിച്ചുകൊണ്ട് മിന്നൽ വേഗത്തിൽ തകാഹാഷി അവരെ കടന്ന് മുകളിലേക്ക് പോയില്ലേ. അപ്പൊ തകാഹാഷിയാണെന്ത് അതില് എല്ലാ ഇതിലും എന്താണ് കായികമേള ഏവരെയും അതിശയിപ്പിച്ചത് അല്ലേ. എന്താണ് അവന്റെ കൈകാലുകൾ ഇത്തിരി പോകുന്നതാണ് അല്ലെ. അപ്പൊ അവരെന്താണ് ആ സ്റ്റെപ്പ് കയറാനും അതുപോലെ കരിമീൻ തടിയന്റെ വയറ്റിലൂടെ ഓടാനും ഒക്കെ അവന് കഴിഞ്ഞല്ലേ. പിന്നെ അതുപോലെ എന്താണ് അവന് റിലേക്കും ഫസ്റ്റ് എന്താണ് വേഗം എത്തിപ്പെട്ടു അല്ലെ. അപ്പൊ അവനെ എന്താ ഒരു കുതിരയെ പോലെ മുന്നോട്ട് ചലിപ്പിച്ചുകൊണ്ട് മിന്നൽ വേഗത്തിൽ എന്താ തകാഹാഷി അവരെ കടന്ന് മുകളിലേക്ക് പോയി അല്ലെ. ഈ തകാഹാഷിയെ ഒന്ന് തോൽപ്പിക്കാൻ ഞങ്ങൾ നന്നേ നോക്കിട്ടോ, പറ്റില്ല. ഏവർക്കും ഒരേ അഭിപ്രായമായിരുന്നു. അവരെ തോൽപ്പിക്കാനുള്ള വാശിയോടെ മറ്റു കുട്ടികൾ അവരുടെ കഴിവിന്റെ പരമാവധി അധ്വാനിച്ചു. അധ്വാനം മിച്ച ഓരോ തവണയും വിജയം അവന് തന്നെ. ടോട്ടോച്ചാനും കഠിനമായി ശ്രമിക്കാതിരുന്നില്ല. പക്ഷെ അവൾക്ക് ഒരിക്കലും എന്താണ് അവനെ പരാജയപ്പെടുത്താനായില്ല അല്ലെ. വെറുതെ നീട്ടിപ്പിടിച്ചുള്ള ഓട്ടമായിരുന്നെങ്കിൽ അവനെ പിന്നിലാക്കാൻ അവർക്കൊക്കെ കഴിയും. പക്ഷെ കടമ്പകൾ കടക്കേണ്ട ഒരിനത്തിൽ അവർ അടിയറവ് പറയുകയേ നിവർത്തിയുള്ളൂ അല്ലെ. ഒരു വീരനായകന്റെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയുമാണ് തകാഹാഷി സമ്മാനങ്ങൾ സ്വീകരിക്കാൻ എത്തിയല്ലേ. അവരെന്താണ് എല്ലാത്തിനും ഫസ്റ്റ് എത്തിയില്ലേ. അപ്പൊ ഭയങ്കര അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയൊക്കെ ഒരു വീരനായകന്റെ അതിലാണെന്ത് സമ്മാനങ്ങൾ സ്വീകരിക്കാൻ തകാഹാഷി എത്തിയത് അല്ലെ. എല്ലാറ്റിനും ഒന്നാമനായതിനാൽ ഒന്നിന് പിന്നാലെ ഒന്നായി സമ്മാനം വാങ്ങിക്കൊണ്ടിരുന്ന അവനെ മറ്റു കുട്ടികൾ അസൂയയോടെ നോക്കിയില്ല. എല്ലാത്തിനും ഒന്നാമനായിരുന്നു അവനെ. എല്ലാവരും ഇങ്ങനെ ഓരോ സമ്മാനങ്ങളും വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് എല്ലാവരും അവനെ അസൂയയോടെ നോക്കി. സമ്മാന വിതരണത്തിനുമുണ്ട് മാസ്റ്ററുടേതായ സവിശേഷ രീതികൾ. 1ാം സമ്മാനം എന്താണ് ഒരു തടിയൻ നാട്ടുചേനയാണ് അല്ലെങ്കിൽ മത്തങ്ങ. 2ാം സമ്മാനം 2 ഉരുളക്കിഴങ്ങ്. 3ാം സമ്മാനം ഒരു പിടി ചീര.
ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ ഒരു പക്ഷെ ആർക്കറിയാം, തകാഹാഷിയുടെ വിജയത്തിന് വേണ്ടി തന്നെ അദ്ദേഹം കണ്ടുപിടിച്ചവയാവാം എന്ത് ടൊമോ ശൈലിയിലുള്ള ആ പ്രത്യേക ഇനങ്ങൾ അല്ലേ. കണ്ടോ സമ്മാനങ്ങൾ കൊടുക്കുന്നത്. അപ്പൊ സമ്മാനം എന്താണ് ഇവിടെ മത്തങ്ങ നാട്ടുചാന കഴിക്കുന്നത് 1ാം സമ്മാനം. അതുപോലെ 2ാം സമ്മാനം 2 ഉരുളക്കിഴങ്ങ്. 3ാം സമ്മാനം എന്താ ഒരു പിടി ചീര അല്ലെ. അതൊക്കെയാണ് സമ്മാനം. ടോട്ടോ ചാൻ ജനാലക്കരികിലെ ഒരു വികൃതിക്കുട്ടി എന്നുള്ളതിൽ നിന്ന് ടെറ്റ്സുക്കോ കുറോയോ നഗീരി ഇതാണ് അല്ലെ. വിവർത്തനം അൻവർ അലി. നോക്കാം, വായിക്കാം, കണ്ടെത്താം, എഴുതാം. ടോമോ സ്കൂളിലെ കായികമേളയുടെ സവിശേഷതകൾ കണ്ടെത്തി എഴുതാനാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ടോമോയിലെ രീതികൾ. ഓരോ കുട്ടിയെയും പരിഗണിച്ചായിരുന്നു ടോമോയിലെ കായികമേള. എല്ലാ കുട്ടികളെയും അല്ലെ, ഓരോ കുട്ടിയെയും പരിഗണിച്ചായിരുന്നു അവിടുത്തെ കായികമേള അല്ലെ. എങ്ങനെയൊക്കെയാണ് കൊബയാഷി മാസ്റ്റർ ഓരോരുത്തരെയും പരിഗണിച്ചിരുന്നത്? കൊബയാഷി മാസ്റ്ററുടെ ഈ സവിശേഷ രീതികളെ കുറിച്ച് ചർച്ച ചെയ്യ്. ഓക്കെ, നിങ്ങളുടെ കണ്ടെത്തലുകളെല്ലാം ചേർത്തൊരു കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, ഇനി രസികൻ പ്രയോഗങ്ങൾ. പാഠം വായിച്ചപ്പോൾ രസകരമായ ചില വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ. മിന്നൽ വേഗത്തിൽ തകാഹാഷി അവരെ കടന്നു മുകളിലേക്ക് പോയി. ഇവിടെ അടിവരയിട്ട ഭാഗം നോക്കൂ. മിന്നൽ വേഗത്തിൽ അല്ലെ, വളരെ പെട്ടെന്ന് എന്ന് പറയാനാണ് മിന്നൽ വേഗത്തിൽ എന്ന് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് അല്ലെ. ഇനി ഒരു വാക്യം കൂടി നോക്കൂ. കരിമീൻ തടിയൻ ജീവനുള്ളത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിയാടാൻ തുടങ്ങി. സാധാരണ പറയുന്ന രീതിയിലല്ലാതെ ഇതുപോലെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ധാരാളം വാക്യങ്ങൾ ഈ പാഠത്തിലുണ്ട് അല്ലെ. അവ കണ്ടെത്തി എഴുതുക. ഇനി ചേരുമ്പോയും പിരിയുമ്പോയും ആണ് കേട്ടോ. ഒരു അപൂർവത എന്ന വാക്ക് നോക്കൂ. ഒരു അപൂർവത എന്താണ്? ഒരു അപൂർവതയും കൂടി ചേർന്നാണ് ഒരു അപൂർവത എന്ന വാക്ക് അല്ലെ. എന്നീ 2 പദങ്ങൾ ചേർന്നതാണ് ഒരു അപൂർവത. 2 പദങ്ങൾ ചേർന്നാണ് ഈ ഒരു അപൂർവത എന്ന് പറഞ്ഞ വാക്ക് വരുന്നത് അല്ലെ. ഇങ്ങനെ 2 വാക്കുകൾ ചേർത്ത് ഒറ്റ വാക്കാക്കി എഴുതിയ മറ്റു പദങ്ങൾ പാഠത്തിൽ നിന്ന് കണ്ടെത്തുക. അവയെ മുകളിൽ കൊടുത്ത രീതിയിൽ വെവ്വേറെ വാക്കുകളാക്കി എഴുതുകയും വേണം. ഓക്കെ, ഇനി അടുത്ത് നോക്കിയോ. മത്സരങ്ങളല്ലാത്ത കളികൾ. ടോമോയിലും നമ്മുടെ സ്കൂളുകളിലും നടക്കുന്ന കായിക മേളകളും മറ്റു പല കളികളും മത്സരങ്ങളാണ്. അവയിൽ ജയവും തോൽവിയും ഉണ്ട് അല്ലെ. നിങ്ങൾ ജയവും തോൽവിയും ഇല്ലാത്ത കളികൾ കളിക്കാറുണ്ടോ? ജയവും തോൽവിയും ഇല്ലാത്ത കളികൾ നിങ്ങൾ കളിക്കാറുണ്ടോ? അങ്ങനെയുള്ള ചില കളി അനുഭവങ്ങൾ പരിചയപ്പെടാം. എന്താണ് ആ ഭാഗം ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.